എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന ദേവയാനിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ ശക്തമായിട്ട് നന്ദുവിനെ താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അനി അവളോട് അടുത്താൽ തന്നെ അവൾ വഴിമാറിപ്പോക്കോളും. അതോർത്ത് അമ്മ പേടിക്കണ്ട എന്നൊക്കെ നയന ദേവയാനിയോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയാണ്. അപ്പം നന്ദുവിന് 2 ഡ്രസ്സൊക്കെ ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുത്തായിരുന്നല്ലോ അനി. അതുമായിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ആകെ ടെൻഷനാണ് കനകയ്ക്ക്. കനക ഇതാര് തന്നതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂട്ടുകാർ ഗിഫ്റ്റ് തന്നതാണ്, ട്രെയിനിങ് പോലെ ഇനി കുറച്ച് കാലം കഴിഞ്ഞില്ലേ കാണുള്ളൂ, അതുകൊണ്ട് ഗിഫ്റ്റ് തന്നതാണെന്നാണ് നന്ദു പറയുന്നത്. അന്നേരം കനക പറയും, നന്ദു നിനക്ക് ഓരോ ഗിഫ്റ്റ് കിട്ടുമ്പോഴും എൻ്റെ മനസ്സിലോട്ട് തെളിഞ്ഞു വരുന്ന അനിയുടെ മുഖമാണ്. അന്നേരം എനിക്ക് ടെൻഷനാണ് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അതെൻ്റെ കുഴപ്പമല്ലല്ലോ എന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, ആരുടെ കുഴപ്പമാണെങ്കിലും ഈ താക്കീതുകളെല്ലാം ലംഘിച്ച് നീ അനിയുമായിട്ട് അടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നയനേച്ചിക്ക് പോലും അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അനാമികയാണ്. അനാമിക നന്ദു വരുന്നതിന് മുമ്പേ ജാനകിയെ കാര്യങ്ങൾ പറഞ്ഞങ്ങ് മനസ്സിലാക്കുവാണ്. കാരണം ഇനിയിപ്പോൾ അവിടെ പോയി ഒന്ന് ഫുഡ് വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യണം. അന്നേരം ജാനകിക്ക് സംശയം തോന്നരുത്. അതുകൊണ്ട് പറയുവാണ്, നമ്മളങ്ങനെ ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവൾ വിചാരിക്കും നമ്മൾ പേടിച്ച് നിൽക്കുവാണ് എന്ന്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവളുടെ മുമ്പിൽ തന്നെ പോയി നിൽക്കുമെന്നൊക്കെ ജാനകിയോട് വെല്ലുവിളി പോലെ പറയുവാണ്. ഇവിടെ പേടിച്ചിട്ടാണ് എന്നുള്ള കാര്യം അനാമികയ്ക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഏതായാലും ആ പറഞ്ഞതുപോലെ തന്നെ നന്ദു വരുമ്പം നന്ദുവിന് ഫുഡ് വിളമ്പി കൊടുക്കാനൊക്കെ അനാമിക ചെല്ലുന്നുണ്ട്. അന്നേരം ഒരു അർത്ഥം വെച്ച് നോക്കുന്ന നയനയും ആകെ വിഷമിച്ച് നിൽക്കുന്ന അനാമികയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.